ബാലചരനും ലക്ഷ്മിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ വളരെ പ്രകടമായി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഡിവോഴ്സിലേക്ക് ബാലചരൻ നീങ്ങുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് വ്യക്തമായി ബാലചരന്റെ അച്ഛനോടും അമ്മയോടും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യവുമാണ്. പക്ഷെ ഒരു തീരുമാനം അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബാലചരൻ തന്നെ ആ തീരുമാനം മാറ്റുന്ന ഒരു സാഹചര്യമാണ് അച്ഛനും അമ്മയും കണ്ടിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ബാലചരന്റെ അച്ഛൻ കൃത്യമായി അറിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2016 വരെ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പാണോ ഒരു ഡിവോഴ്സിനെ കുറിച്ച് ബാലഭാസ്കർ ആലോചിച്ചത്? അതെ അതെ, അതിന് മുമ്പുള്ളൊരു സാഹചര്യമാണ്. അതിന് കാരണം എന്തായിരുന്നു പറഞ്ഞിരുന്നത് പ്രിയ? ബാലചരന് ഒരുപാട് ബുദ്ധിമുട്ടുകള് പലവരോടും, അതായത് പല പ്രശസ്ത വ്യക്തികളോട് ഉൾപ്പെടെ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. പല പരിപാടികൾക്കിടയിലും സ്ട്രെസ് താങ്ങാൻ വയ്യാതെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ പിന്നീട് അറിഞ്ഞത്. ഹലോ, ഐ എം മുകേഷ് യാദവ് മാധവ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ബാലഭാസ്കർ തന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ ഡിവോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നുവെന്ന്. ഇത് അദ്ദേഹത്തിന്റെ ബന്ധത്തിലുള്ള സഹോദരി കൂടിയായ പ്രിയയാണ് പുറത്തു പറയുന്നത്. അതും കുറച്ച് നാളുകൾക്ക് മുമ്പ് റിപ്പോർട്ടറിലെ ഒരു ചർച്ചയ്ക്കിടയിൽ വന്നു പറഞ്ഞതാണ് ഈ പ്രിയ ഈ കാര്യം. പക്ഷേ ഇതിപ്പോൾ പലരും എടുത്തുകൊണ്ട് വരുന്നുണ്ട് ബാലഭാസ്കർ ഒരു ഘട്ടത്തിൽ ലക്ഷ്മിയെ ഡിവോഴ്സ് ചെയ്യാൻ ഇരുന്നയായിരുന്നെന്നും പറഞ്ഞ് കുറച്ച് നെഗറ്റീവായിട്ടൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് കണ്ടു. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അതായത് ബാലഭാസ്കർ കൈരളിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതിൽ വ്യക്തമായിട്ട് ബാലഭാസ്കറിന്റെ സ്വഭാവം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഹസ്ബൻഡായിട്ട് എങ്ങനെയുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം അതൊന്ന് നമുക്ക് കേട്ട് നോക്കാം. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഭയങ്കര എക്സ്ട്രീംസ് ആണ്. എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും മറ്റാർക്കും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ എക്സ്ട്രീംസ്. അതിപ്പം മൂഡ് ഔട്ട് ആയാലും ഹാപ്പി ആവുന്നതായാലും പെട്ടെന്ന് എക്സൈറ്റഡ് ആവുന്നതായാലും മ്യൂസിക്കില് പ്രാക്ടീസിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും മൂഡ് ഔട്ട് ആയാലും എല്ലാത്തിന്റെയും എക്സ്ട്രീംസ് നമുക്ക് കാണണമെങ്കിൽ ആളെ നോക്കിയാൽ മതി. എക്സ്ട്രീമാണ് ബാലഭാസ്കർ. അങ്ങനെ ഭയങ്കര സ്വിംഗ് ഉള്ള ആളാണോ? ഒരുപാട് സീരിയസ്ലി സിവിയർ സ്വിങ്സ്. ഭീകരമായ പീഡനത്തിലൂടെയാണ് ലക്ഷ്മി കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അല്ലെ? മാനസിക പീഡനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2 മണി ഒരുപാട് ആൾക്കാർ അയ്യോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഭാഗ്യവതിയാണ്, ഭർത്താവായിട്ട് നിങ്ങളെ കിട്ടിയാലോ, നിങ്ങൾ എന്താണ് ദൈവത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആളാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളൊരു പക്ഷെ 1.5-2 മണിക്കൂർ എന്നെ സ്റ്റേജിൽ കാണുന്ന ആളല്ല ഞാൻ. അതുപോലെ അല്ല എന്റെ കൂടെ 15 വർഷമായി ഇപ്പൊ എന്റെ കൂടെ ആള് എന്റെ കൂടെ ജീവിക്കുകയാണ്. ചിരിച്ച് കളിച്ച് ജോവിയലായിട്ട് ബാലഭാസ്കർ ജനങ്ങളെ ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കും. സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലാണ് സ്വഭാവം മാറുന്നത്. മനഃപൂർവ്വം അല്ല കേട്ടോ. എനിക്ക് സ്റ്റേജിൽ നിന്നിട്ട് എനിക്ക് വളരെ സെൻസിറ്റീവ്, വളരെ സ്റ്റേജിൽ നിന്നിട്ട് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്റ്റേജിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിരുന്നുണ്ട്. അത് ഇത്രയും സഹിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നമുക്ക് രടിക്കും. ഇതാണ് ബാലഭാസ്കറിനെ കുറിച്ചുള്ള അഭിപ്രായം. അതായത് നിങ്ങൾ 2 മണിക്കൂർ കാണുന്ന ഒരു വ്യക്തിയല്ല ഞാൻ, അതിനപ്പുറം എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ലക്ഷ്മി. ആ ലക്ഷ്മിയാണ് പറയുന്നത് എന്തിൻ്റെയും എക്സ്ട്രീം ആണെന്ന്. നമുക്ക് തന്നെ അറിയാം, ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങളില്ലാത്ത വീടില്ല. അവരും മനുഷ്യരാണ്, പലപ്പോഴും ആശയപരമായിട്ട് തർക്കങ്ങൾ വരാം. അത് ചിലപ്പോൾ നല്ല വഴക്കിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് അദ്ദേഹത്തിന്റെ എക്സ്ട്രീം ദേഷ്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാം, കാര്യം ശരിയായിരിക്കാം. പക്ഷെ ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിൽ നടക്കുന്നതല്ലേ. പക്ഷെ ഈ ഒരു വാക്ക് പ്രിയ പറഞ്ഞതിന് ശേഷം നിരവധി ആളുകൾ ലക്ഷ്മിയെ മോശമാക്കി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പുറത്തു പറയേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത് ബാലഭാസ്കർ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തുമാണ് പറഞ്ഞത്. അവർ ആ രഹസ്യം സൂക്ഷിക്കുമ്പോൾ അത് രഹസ്യമായി തന്നെ ഇരിക്കുന്നതായിരുന്നു നല്ലത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പാണ് ഈ ഒരു പിണക്കം ഉണ്ടായിരുന്നത്. പക്ഷെ പ്രിയ അവിടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് ആ തീരുമാനം മാറ്റുകയും ചെയ്തു എന്ന്. അതായത് അദ്ദേഹത്തിന്റെ എക്സ്ട്രീം വശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന സമയത്തായിരിക്കും അങ്ങനെ ഒരു കാര്യം ബാലഭാസ്കർ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ബാക്ക് ടു നോർമലിലോട്ട് വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് മണ്ടത്തരമല്ലേ എന്ന്. അതുകൊണ്ട് തന്നെയായിരിക്കും ആ തീരുമാനം മാറ്റിയതും. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരുടെ ലൈഫിലും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. ഒരിക്കലും പിണക്കങ്ങളും ഇണക്കങ്ങളും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോകാറില്ല. പക്ഷേ ബാലഭാസ്കറിന്റെ മരണവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്ന രീതി വളരെ മോശമാണെന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ. ആ വിഷയവും ഈ വിഷയമായിട്ട് പലരും ലിങ്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ ഈ ബാലഭാസ്കറിന്റെ സംസാരം കേട്ട് കാണുകയില്ലായിരിക്കും. അങ്ങനെയുള്ളവരായിരിക്കാം മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത് തന്നെ. അവിടെ ഓർക്കേണ്ട കാര്യം, എന്താണ് വിഷയം എന്ന് ഇപ്പോഴും പറയുന്നില്ല. അതും കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഏകദേശം 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ബാലഭാസ്കർ മരിച്ചത്. അപ്പോൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്തായാലും ഇതിനെക്കുറിച്ചും ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബാലഭാസ്കറിനെ കുറിച്ച്, ബാലഭാസ്കർ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, ബാലഭാസ്കർ എങ്ങനെയുള്ള ഭർത്താവായിരുന്നു എന്ന്. ലക്ഷ്മിക്ക് ബാലഭാസ്കറിൽ ഇഷ്ടപ്പെട്ടത് എന്തായിരുന്നു എന്നും, ബാലഭാസ്കർ എന്ന ഭർത്താവിനെയാണോ അതോ ബാലഭാസ്കർ എന്ന മനുഷ്യനെയാണോ ലക്ഷ്മി കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് ലക്ഷ്മി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. ബാലഭാസ്കർ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? അദ്ദേഹത്തിന് ഒരു ഭർത്താവ് എന്നല്ല അനലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യമില്ല. അത് ലക്ഷ്മി പറഞ്ഞതിനോട് 100% യോജിക്കുന്നത് തന്നെ
നമ്മുടെ ബാലഭാസ്കർ തന്നെയാണ്. കാരണം നേരത്തെ ഇന്റർവ്യൂവിൽ നമ്മൾ കേട്ടതാണ്, ലക്ഷ്മി എന്നെ സഹിക്കുകയാണ് എന്നാണ് ബാലഭാസ്കർ പറയുന്നത്. ബാലഭാസ്കർ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ലക്ഷ്മി അത് മറയില്ലാതെ പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആസ് എ ഹ്യൂമൻ ബീയിങ്, അദ്ദേഹം ഒരു അമേസിങ് ഹ്യൂമൻ ബീയിങ് ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം വളരെ ബുദ്ധിമുട്ടുകളുള്ള ഒരാളാണ്, ഒരു ഡിഫിക്കൽട്ട് ക്യാരക്ടറാണ്. അദ്ദേഹത്തിനെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നവർക്ക് അദ്ദേഹം വളരെ അടുത്ത ഒരാളാണ്. അദ്ദേഹം വളരെ ദേഷ്യപ്പെടുന്ന ഒരാളാണ്, അതുപോലെ സ്നേഹിക്കുന്ന ആളാണ്. വയലൻ്റായി പെരുമാറിയെന്നിരിക്കും, അത്രയും പക്ഷേ ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അത്രയധികം ആത്മാർത്ഥതയുണ്ട്. എന്താ പറയുക, ചില എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് എനിക്കൊരു മറ്റൊരാളിനോട് ചോദിക്കുന്ന പോലെ പുള്ളിയോട് ചോദിക്കാൻ പറ്റും. അത് വളരെ രസകരമായിരുന്നു. ഒരു ഹസ്ബൻഡ് വൈഫ് എന്ന റിലേഷൻ അപ്പുറം എനിക്ക് സന്തോഷം തന്നിട്ടുള്ളൊരു കാര്യമാണത്. ഇവിടെ ലക്ഷ്മി പറഞ്ഞു വയ്ക്കുന്നുണ്ട്, അദ്ദേഹം വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയായിരുന്നു, അതുപോലെ തന്നെ നല്ല ദേഷ്യമുള്ള വ്യക്തിയുമായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം ദേഷ്യം കൂടിയ സമയത്ത് ചിലപ്പോൾ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമായിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അത് കുറച്ച് നാൾ നീണ്ടുപോയിരിക്കാം, അദ്ദേഹം പലരുടെ അടുത്ത് പോയി പറഞ്ഞിരിക്കാം, ഏറ്റവും കടുത്ത ഭാഷയിലായിരിക്കും പറഞ്ഞിരിക്കുന്നതും. ഇന്ന് ബാലഭാസ്കറിന്റെ സ്വഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇതിനൊരു കാരണം കാണുമായിരിക്കും. ആ കാരണം വലുതല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും വീണ്ടും പഴയ അവസ്ഥയിലോട്ട് തന്നെ ബാലഭാസ്കറിന്റെയും ലക്ഷ്മിയുടെയും ലൈഫ് പോയത്. ഇല്ലെങ്കിൽ ഒരു പക്ഷെ കാരണം വലുതായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ ഡിവോഴ്സ് ചെയ്തേനെ. ആ കാരണം വലുതല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം വീണ്ടും അവർ ഒരുമിച്ച് ജീവിക്കുകയും ഒരു കുട്ടി ഉണ്ടാവുകയൊക്കെ ചെയ്തത്. എന്തായാലും ബാലഭാസ്കർ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളതിൽ ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവിടെ എന്തുകൊണ്ട് ബാലഭാസ്കർ മരിച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ ഏറ്റെടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സംശയമുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാലഭാസ്കർ ഏറ്റവും അവസാനം അല്ലെങ്കിൽ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ലക്ഷ്മിയുമായിട്ട് എങ്ങനെയായിരുന്നു? ലക്ഷ്മിയുമായിട്ട് നല്ല ബന്ധത്തിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതും അവരുടെ ഒരു കുടുംബത്തിന്റെ നേർച്ചയായിട്ട് അമ്പല ദർശനത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറ്റിയ ഒരു ആക്സിഡന്റ് ആണ്. അവിടെ ഇന്നും ലക്ഷ്മിയും ബാലഭാസ്കറുമായിട്ട് ഒരു ചേർച്ചയില്ലായ്മയും നമ്മൾ കാണുന്നില്ല. ഇതവരുടെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള അഭിപ്രായമില്ല. ലക്ഷ്മി കുറ്റക്കാരിയാണെന്ന് ഒരിക്കൽ പോലും ആ അച്ഛനും അമ്മയും പറയുന്നില്ല. ആ അമ്മയും അച്ഛനും സംശയിക്കുന്നതുമില്ല. ലക്ഷ്മിക്ക് വേറെ ആപത്തുണ്ടാകുമോ എന്നതാണ് ആ അച്ഛനും അമ്മയും സംശയിക്കുന്നതും ഒരിക്കൽ ലക്ഷ്മിയുടെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുക വരെ ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ ലക്ഷ്മി തന്നെ കേൾക്കുമ്പോൾ ലക്ഷ്മിയുടെ മാനസികാവസ്ഥ കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട, ഒരു കുട്ടി നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ലക്ഷ്മി. രണ്ട് നഷ്ടങ്ങൾ തന്നെയാണ് അവർ അനുഭവിക്കുന്നത്. മറുഭാഗത്ത് ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയും. അതുകൊണ്ട് തന്നെ വേദനകൾ വലുതോ ചെറുതോ എന്നൊന്നും ഇല്ല. ഇവിടെ രണ്ടും വേദനകൾ തന്നെയാണ്, അതിൻ്റെ എക്സ്ട്രീം തന്നെയാണ്. കഴിവതും മാധ്യമങ്ങൾ പേഴ്സണൽ കാര്യങ്ങൾ തേടി പോകുന്നതിനേക്കാളും നല്ലത് ബാലഭാസ്കറിന്റെ മരണവും സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അവിടെയാണ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തേണ്ടത്. പക്ഷേ പല മാധ്യമങ്ങളിലും മാധ്യമ വിചാരണ നടത്തുന്നത് ലക്ഷ്മിയുടെയും ബാലഭാസ്കറിന്റെയും പേഴ്സണൽ ലൈഫിനെ വെച്ചിട്ടുള്ള കളികളാണ്. പേഴ്സണൽ ലൈഫിൽ ഇവരെങ്ങനായിരുന്നു, ഇല്ലെങ്കിൽ അവർ രണ്ടും സ്വരച്ചേർച്ച ഇല്ലാത്തവരായിരുന്നു, അങ്ങനെയുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ് പലരുടെയും ലക്ഷ്യം. ഒരുപക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെയും മകളുടെയും ജീവനെ വെച്ച് എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് സമ്മതിക്കുമോ? ഒരു സാധാരണ കുടുംബത്തിലെ സ്ത്രീ ആണെങ്കിൽ അവർക്കത് കഴിയില്ല. ഇവിടെ ലക്ഷ്മി സാധാരണ ഒരു സ്ത്രീ തന്നെ ആയിരുന്നു. ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അധികമൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിത്വമായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞ കഥാപാത്രം. അവർ എത്രത്തോളം പൊതുപരിപാടിയിൽ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഒന്നും കാണില്ല. അത് ബാലഭാസ്കർ മരിക്കുന്നതിന് മുമ്പായാലും മരണത്തിന് ശേഷമായാലും. എന്തായാലും വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാനായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ഇതല്ല, അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചല്ല നമ്മൾ പോകേണ്ടത്. ബാലഭാസ്കറിന്റെ മരണം ആക്സിഡന്റ് ആണോ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഇതുവരെയും ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമോ എന്നറിയില്ല. നീതി ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, സീ യു.